So hello guys, welcome back to our channel. This is Sanjay from the Twins channel. വരവ് ട്രെയിലർ റിലീസ് ആയിട്ടുണ്ട്. ജോർജിന്റെ മൂവിയാണ്. നമ്മൾ ടീസർ കണ്ടിട്ടുണ്ടായിരുന്നു, വെടിക്കെട്ട് ടീസർ ആയിരുന്നു. സോ വിതൗട്ട് ഫർദർ ഡു നമുക്ക് പെട്ടെന്ന് ട്രെയിലർ കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ പറയാം. ഓക്കെ, ലെറ്റ്സ് വാച്ച് ദ ട്രെയിലർ. എന്നും കാണുന്ന വീട്ടുമുറ്റത്തെ കുഴിയിലായിരിക്കും നമ്മൾ ആദ്യം വീഴുക. ശത്രു ആ കുഴിയിലിട്ട് നമ്മളെ വെട്ടിമൂടും. എനിക്കിതുപോലെ ഉപകാരം ചെയ്തില്ലെങ്കിൽ ഉറക്കം വരാത്ത ചില ഊളച്ചെറ്റാണുണ്ട് ഈ നാട്ടിൽ. ഓക്കെ, എനിക്ക് ഇയാളെ വോയിസ് ഇഷ്ടമല്ല. ഇത് മദാമയാണ്. പോളച്ചൻ 10 ദിവസത്തെ പരോളിന് ഇറങ്ങിയിട്ടുണ്ടെന്ന് കേട്ടു. നമുക്ക് പണിയാവൂ. കുറച്ചു കാലമായിട്ട് സോൾവ് ചെയ്യാതെ വിടുന്നൊരു പ്രശ്നം. എന്താന്ന് എനിക്ക് കൂർക്കയാണോ വണ്ടി? പുള്ളി ഇപ്പൊ സ്ഥിരം ഈ ലുക്കിലാണ് കേട്ടോ, അല്ലേ? ഒരു ബ്ലാക്ക് വണ്ടിയും പിന്നെ ഒരു ബ്ലാക്ക് ഷർട്ടും വെള്ളമുണ്ടും. ഗെയിം ഓഫ് സർവൈവൽ. എടേ, ഇതാരിത്? നമ്മളെ കാട്ടപ്പട്ടലം തീർത്തിട്ടാണ്. ചേട്ടായി വന്നതിന്റെ കൂട്ടത്തില് കാണാതെ പോയ കുഞ്ഞാങ്ങളെയും തിരിച്ചെത്തി. ഓക്കെ, കവലപ്പെടാതെ സാർ പാത്തുക്കറേ. ചില ഫ്രെയിമൊക്കെ കാണുമ്പോൾ വേണ്ട, അടി 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 തന്നെ. ബാബുരാജ് ഇപ്പോ കുറച്ച് വില്ലനിസത്തിലോട്ട് വീണ്ടും കിടന്നിരിക്കുക. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ല. പുള്ളിയുടെ ആ പഴയ ഫേഷ്യൽ എക്സ്പ്രഷനും ആ പഴയ പോലീസ് ക്യാരക്ടറൊക്കെ തിരിച്ചു വന്നോണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ പുള്ളി ഇപ്പൊ എപ്പോഴും പോലീസുമാണ്. ഇതിന്റെ പേരിൽ തെമ്മാടിക്കുഴി പോയി കിടക്കാനാണെങ്കിൽ ഞങ്ങൾക്ക് ഓക്കെ. ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ ചതിച്ചവരുടെ എണ്ണ എടുക്കുമ്പോൾ നമ്മൾ ചതിച്ചവരുടെ മുഖങ്ങളും എന്നെ തിട്ടപ്പെടുത്തണ്ടേ സാറേ? എന്നാലല്ലേ കർത്താവിന്റെ കണക്കുമായിട്ട് അങ്ങ് ഒത്തുപോകും. ഓ, കന്യാസ്ത്രീയൊക്കെ തോക്കെടുത്ത് വെടിവെക്കുന്നു. ഓ, ഇപ്പൊ ഇവര് 3 പേരായിരിക്കും കേട്ടോ. അർജുൻ അശോകൻ മരിക്കുകയായിരിക്കും. അതിനുവേണ്ടി ചേട്ടനും അനിയത്തിയും കൂടെ റിവെഞ്ച് എടുക്കാൻ ഇറങ്ങുന്നതാണ്. നമുക്കിതൊക്കെ കണ്ടറിയാം എന്താണ് പരിപാടി എന്നുള്ളത്. മിക്കവാറും അത് തന്നെ, വലിയ വ്യത്യാസമൊന്നുമില്ല. സോ ടീസർ കുറച്ചുകൂടെ ഒരു പവർ ഉണ്ടായിരുന്നു. ഇതിൽ ചില ഫ്രെയിമൊക്കെ കാണുമ്പോഴത്തേക്ക് ഒരു ഒരു വേണ്ട, അല്ലെങ്കിൽ ഒരു സീരിയൽ ഫ്രെയിം പോലെ എനിക്ക് തോന്നി. ട്രെയിലർ കണ്ടപ്പോഴത്തേക്കും ട്രെയിലറിൽ എനിക്ക് അങ്ങനെ എടുത്തു പറയത്തക്ക വലിയ സീനായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ബട്ട് ഇറ്റ് വാസ് ഒരു റിവെഞ്ച് മൂവിയുടെ ഒരു പരിപാടിയും കാര്യങ്ങളും എല്ലാം. പിന്നെ ടീസർ കണ്ട സമയത്ത് ടീസറിൽ കുറച്ചുകൂടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ ടീസറിനും ട്രെയിലറും എഡിറ്റ് ചെയ്തിരിക്കുന്നത് ഒരേ ആൾക്കാരാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ബിക്കോസ് അത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു. ഐ സ്റ്റിൽ റിമെമ്പർ വാച്ചിങ് ദറ്റ് ടീസർ. കുറച്ചുകൂടെ ഒരു എനർജി ഉണ്ടായിരുന്നു ഇതിനകത്ത്. ആ ഒരു കുറച്ച് വലുതായി പോയി എന്നുള്ളൊരു ഇതുണ്ട് ഈ ട്രെയിലറെ. കുറച്ചധികം നീട്ടിക്കളഞ്ഞു. പിന്നെ ഓൾമോസ്റ്റ് നമുക്കൊരു പ്ലോട്ടും കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നുണ്ട്. എനിക്ക് തന്നെ ഇത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. കാരണം ഈ അർജുൻ അശോകൻ ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ പുള്ളി എന്തായിരുന്നാലും പടമാണ് ഇതിനകത്ത്. അപ്പോൾ പടമായിട്ട് അങ്ങനെ ഇരിക്കുന്ന ഒരാളെ ഇതിനകത്ത് 2 പേരും കൂടെ, ചേട്ടനും അനിയത്തിയും കൂടെ രക്ഷിക്കാൻ വരുന്നു. രക്ഷിച്ചതിന് ശേഷം അവർ റിവെഞ്ച് എടുക്കുന്നു. രക്ഷിക്കാൻ വരുന്നു, രക്ഷിക്കാൻ പറ്റുന്നില്ല, റിവെഞ്ച് എടുക്കുന്നു. ഇത് തന്നെ പരിപാടി. അപ്പോൾ ഭയങ്കര അങ്ങനെ ഇതായിട്ടൊന്നും പറയാനൊന്നുമില്ല. സോ എനിവേയ്സ്, എനിക്ക് കണ്ടപ്പോൾ ഇതൊക്കെയാണ് തോന്നിയത്. ചില ഫ്രെയിംസ് മാത്രം എനിക്ക് കണ്ടപ്പോഴേക്ക് ഭയങ്കര ഓടായിട്ട് തോന്നി. കാരണം രണ്ട് ഇതിലെടുത്തേക്കുന്ന പോലെ, ഒന്നൊരു മൂവി പോലെ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ വരുമ്പോഴത്തേക്കും ഒരു വേറൊരു വൈബ് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഐ ഡോണ്ട് നോ, എനിക്ക് മാത്രമാണോ തോന്നിയെന്ന് അറിയില്ല. നിങ്ങൾക്കും അത് കാര്യങ്ങൾ, വാട്ട് യു ഗൈസ് ഫെൽറ്റ്, മേക്ക് ഷുവർ ദാറ്റ് യു ഗൈസ് ആർ കമൻറ്റിങ് ഇറ്റ് ഇൻ ദ കമൻറ്റ് സെക്ഷൻ. ബി റെസ്പെക്ട്ഫുൾ, ഓക്കെ? അത് മാത്രമേ വേറെ കൂടുതലായിട്ടൊന്നും പറയാനൊന്നുമില്ല. സോ അടുത്ത ട്രെയിലർ ഉടനെ ഈവനിങ്ങിൽ ഒരു ട്രെയിലർ ഉണ്ട്. സോ വിൽ റിയാക്ട് ടു ദാറ്റ് ആസ് വെൽ. ഓക്കെ, ഐ വിൽ സീ യു ഗൈസ് നെക്സ്റ്റ് ടൈം. ബൈ.